എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് വരാനിരിക്കുന്ന ഒരു എപ്പിസോഡിലെ കഥയാണ്. അലീനെ അവിടെ കൊണ്ടാക്കിയിട്ട് ഏകദേശം 1 മാസമാകുന്നു. അങ്ങനെ കൊണ്ടുവിട്ടിട്ടിങ്ങ് ഒന്നും അന്വേഷിക്കാതിരുന്നാൽ ശരിയാകിയല്ലോ. അതുകൊണ്ട് തന്നെ ബാലേന്ദ്രൻ അലീനെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. അവിടെ ചെന്ന് കഴിയുമ്പം വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത് ഈ പട്ടികൾ കൂടി വരും. അതുകൊണ്ട് ബാലേന്ദ്രൻ അവിടെ വെയിറ്റ് ചെയ്യുന്നു. അപ്പോഴത്തേക്കും അകത്തുനിന്ന് ഓടി ഇറങ്ങി വരുന്നുണ്ട് അലീന. അച്ഛ എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷത്തോട് ഓടി അടുത്തോട്ട് വരുമ്പോൾ ഞാൻ മോളെ എന്ന് വിളിക്കണോ എന്ന് ചോദിക്കുമ്പോൾ വിളിച്ചോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. 1 മാസം കൂടി ബാലേന്ദ്രനെ കണ്ട ആ സന്തോഷം മൊത്തം അലീനയുടെ മുഖത്തുണ്ട്. അലീന ഓടി അടുത്ത് വന്നു കഴിയുമ്പം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് മോളെ, നിനക്ക് ഇവിടെയൊക്കെ ഇഷ്ടപ്പെട്ടോ, എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പം എന്നെ കണ്ടിട്ട് എന്താ തോന്നുന്നത് അച്ഛനെ എന്ന് ചോദിക്കും. കാരണം ഞാൻ കൊണ്ട് ഇവിടെ ആക്കിയിട്ട് പോയേക്കാളും ഒന്നുകൂടി ഒന്ന് മെച്ചപ്പെട്ടിട്ടുണ്ട്, ക്ഷീണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട്, അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ, ഇനി അവിടുത്തെ വിശേഷം പറ, രോഹിത്തും അതുപോലെ ബബിതയും കൃഷ്ണമോളും ഒക്കെ എന്തെടുക്കുക എന്ന് ചോദിക്കും. അന്നേരം രോഹിത്ത് നിന്നെ വിളിക്കാറില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൻ 2 ദിവസം മുമ്പൂടെ എന്നെ വിളിച്ചായിരുന്നു എന്ന് പറയും. പിന്നെ ബബിതയുടെയും കൃഷ്ണമോളുടെയും ഒക്കെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്നെ ഇവിടെ നിർത്തി വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞു വിടാനാണോ നിൻ്റെ ഉദ്ദേശമെന്ന്. അന്നേരം അങ്ങനെയൊന്നുമില്ല, അച്ഛൻ ചോദിച്ചപ്പോൾ ഞാൻ ആ കാര്യങ്ങൾ പറയുന്നുള്ളൂ, അച്ഛനും വാ എന്ന് പറഞ്ഞ് കൈ പിടിച്ച് ഭയങ്കര സന്തോഷത്തോടെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു. ഈ സമയം അവിടെ സ്റ്റാൻലി ഇല്ല കേട്ടോ, സ്റ്റാൻലി തോട്ടത്തിൽ പോയതാണ്. അത് കുട്ടിച്ചായനുണ്ട്. കയറി വരുമ്പം ഇതാരാ എന്ന് ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട്, ഇതാണ് എൻ്റെ അച്ഛൻ എന്ന്. അത് കുട്ടിച്ചായന് അത്ര പരിചയമില്ല ബാലേന്ദ്രനെ. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ അലീനെ ഇവിടെ കൊണ്ടുവിടാൻ വന്നപ്പം ഇവിടെ കണ്ടില്ലായിരുന്നു, ഇവിടെ ഇല്ലായിരുന്നു എന്ന് ചോദിക്കും. അന്നേരം അത് കുട്ടിച്ചായൻ പറയുന്നുണ്ട്, ഞാൻ ഇവിടെയല്ല താമസിച്ചുകൊണ്ടിരുന്നത്, ഇവിടെ ഇങ്ങോട്ട് വന്നതിന് ശേഷമാണ് എൻ്റെ താമസവും ഇങ്ങോട്ടാക്കിയത് എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് ബാലേന്ദ്രനെ പരിചയപ്പെടുത്തുവാണ് അലീന. ഈ അച്ഛൻ്റെ വീട്ടിലായിരുന്നു ഞാൻ കുറച്ച് കാലം, അവിടെ നിന്നാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഈ അച്ഛനാണ് എൻ്റെ പപ്പേനെ എനിക്ക് നേടിത്തന്നത്, എനിക്ക് കാണിച്ചു തന്നത് എന്നൊക്കെ പറയുമ്പം അത് കുട്ടിച്ചാൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. കുറച്ച് നേരം അവരും വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അലീന ചോദിക്കും, എന്താ കുടിക്കാൻ വേണ്ടത്, ജ്യൂസ് വേണോ ചായ വേണോ എന്നൊക്കെ ചോദിക്കുമ്പം ഉച്ചയാകാറായി, അതുകൊണ്ട് എന്തെങ്കിലും ജ്യൂസ് എടുത്താൽ മതി, നാരങ്ങ ജ്യൂസ് അങ്ങനെ എന്തെങ്കിലും എടുത്താൽ മതി എന്ന് പറയും. അങ്ങനെ അലീന അതെടുത്ത് കൊടുത്തിട്ട് വീട്ടിലെ വിശേഷങ്ങളൊക്കെ ചോദിക്കും. വൈജയന്തിയെ പറ്റി ചോദിക്കുമ്പം ബാലേന്ദ്രന് സംസാരിക്കാൻ വലിയ താല്പര്യമില്ല. അമ്മയുടെ കാലിനെങ്ങനെയുണ്ട്, അത് കാലിലെ പ്രശ്നങ്ങളൊക്കെ മാറിയോ, അത്യാവശ്യം നടക്കാനൊക്കെ തുടങ്ങിയോ എന്ന് ചോദിക്കുമ്പം ബാലേന്ദ്രൻ പറയും, അതെനിക്കറിയത്തില്ല, അതിലൂടെ നടക്കുന്നത് കാണാറുണ്ട്, പിന്നെ ഇടയ്ക്ക് ബാങ്കിൽ പോകും, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു, ബാക്കി വിശേഷങ്ങളൊന്നും ഞാൻ അന്വേഷിക്കാറില്ല എന്ന് പറയുവാണ്. അന്നേരം അലീനയ്ക്ക് ഇത്തിരി വിഷമമാവും. എന്തായാലും ബാലേന്ദ്രൻ്റെ അവസ്ഥ അറിയാമല്ലോ, അതുകൊണ്ട് തന്നെ അലീനയൊന്നും മിണ്ടുന്നില്ല. അന്നേരം അലീന ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിങ്ങനെ നിൽക്കുവാണേ. അലീന വന്നതിന് ശേഷമാണല്ലോ ഇവർ തമ്മിലാകുന്നത്, അതുവരെ നല്ലൊരു കുടുംബജീവിതം ആയിരുന്നല്ലോ അമ്മയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്നത് എന്നൊക്കെ ഓർക്കുമ്പം അലീനയ്ക്കൊരു വിഷമം വന്നുണ്ട്. അന്നേരം ഇത് മനസ്സിലാക്കിയിട്ട് എന്നോണം ബാലേന്ദ്രൻ ചോദിക്കും, നീ എന്താ ഈ ആലോചിക്കുന്നത് എന്ന്. അന്നേരം ഒന്നുമില്ല, ഞാൻ വരുന്നേരം വരെ നിങ്ങളുടെ നല്ലൊരു ജീവിതമല്ലായിരുന്നോ, ഞാനല്ലായിരുന്നോ അച്ഛാ നിങ്ങളെ തമ്മിൽ തെറ്റിച്ചത്, നിങ്ങൾ അകലാനുള്ള കാരണം ഞാനല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഒരിക്കലുമല്ല, അതുവരെ ഞങ്ങൾ ജീവിച്ചത് സ്നേഹത്തോടെയാണ് എന്ന് പുറത്തുള്ളവർക്ക് തോന്നിയതാണ്, അതങ്ങനെയല്ലായിരുന്നു. പരസ്പരം സ്നേഹം ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി, അവരുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ പലതും വേണ്ടെന്ന് വെച്ചേനെ, പലതും നഷ്ടപ്പെടുത്തിയേനെ, പല വിട്ടുവീഴ്ചകളും അവർക്ക് വേണ്ടി ചെയ്തേനെ. പക്ഷേ അങ്ങനെയൊന്നും വൈജയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല, അവൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെയൊക്കെ അവൾ ചെയ്തിരുന്നുവെങ്കിൽ, എന്നെ മനസ്സറിഞ്ഞ് അവൾ സ്നേഹിച്ചിരുന്നുവെങ്കിൽ കഥ ഇതൊന്നും ആകില്ലായിരുന്നു. അവൾ ചെയ്ത പല കാര്യങ്ങളും ഞാൻ മറന്നേനെ, അതിനൊന്നും ഞാൻ വില കൽപ്പിക്കില്ലായിരുന്നു, അതെല്ലാം മാറ്റി നിർത്തി അവളെ ചേർത്ത് പിടിച്ചേനെ എന്നുള്ള രീതിയിൽ ബാലേന്ദ്രൻ സംസാരിക്കുന്നുണ്ട്. അന്നേരം അലീനയ്ക്ക് ആകെ വിഷമമാകുന്നു. ഏതായാലും ഇവർ സംസാരിച്ചുകൊണ്ട് ഇരിക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് സ്റ്റാൻലി വരുന്നുണ്ട്. സ്റ്റാൻലി തോട്ടത്തിൽ പോയതായിരുന്നല്ലോ. സ്റ്റാൻലി വന്നു കഴിയുമ്പം വലിയ സന്തോഷമൊന്നുമില്ല കേട്ടോ സ്റ്റാൻലിക്ക് ബാലേന്ദ്രനെ കാണുമ്പം. ഏതായാലും കൈ കൊടുത്ത് പരിചയം പുതുക്കുന്നു. അത് കഴിഞ്ഞ് നിങ്ങൾ ഭക്ഷണം കഴിച്ചില്ലല്ലോ, നമുക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് അവർ ഭക്ഷണം കഴിക്കാനായിട്ട് പോവുകയാണ്. അന്നേരം അലീന ആട്ടോ ഇപ്പോൾ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. പൗലൂസിനെയൊക്കെ അവിടുന്ന് പറപ്പിച്ചിട്ടുണ്ട്. അന്നേരം ബാലേന്ദ്രൻ ഇതിനിടയ്ക്ക് അലീനയോട് ചോദിച്ചായിരുന്നു, പിണങ്ങിപ്പോയ കുക്ക് വന്നില്ലേ എന്ന്. അന്നേരം പിണങ്ങിപ്പോയ ആരും വന്നില്ല, ഞാനാണ് ഇവിടുത്തെ മെയിൻ ഷെഫ് എന്നൊക്കെ പറയുന്നുണ്ട് അലീന. എന്തായാലും ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കും. ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റതിന് ശേഷം രണ്ടുപേരോട് സംസാരിക്കാനായിട്ട് ഇരിക്കുവാണ് ബാലേന്ദ്രനും സ്റ്റാൻലിയും കൂടെ. അന്നേരം സ്റ്റാൻലി പറയുന്നുണ്ട്, എനിക്ക് ബാലേന്ദ്രനോട് ഒരു കാര്യം പറയാനുണ്ട്. കുറച്ച് കഴിയുമ്പം എനിക്ക് അലീനയുടെ വിവാഹം നല്ല രീതിയിൽ നടത്തിവിടണം എന്ന ആഗ്രഹമുണ്ട്. അങ്ങനെ നടത്തിവിടുമ്പോഴും കഴിഞ്ഞുപോയ കാര്യങ്ങളൊന്നും ഒളിച്ചു വെക്കരുത് എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് തന്നെ വേണം വിവാഹം നടത്താൻ. പക്ഷേ എല്ലാ കാര്യങ്ങളും അങ്ങ് തുറന്ന് പറയാനും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അമ്മ എന്തിയെ എന്നൊരു ചോദ്യം വരുമ്പോൾ, അമ്മ മരിച്ചു പോയെന്നോ അമ്മയില്ല എന്നോ
പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ അമ്മയുടെ ബന്ധുക്കൾ അവരെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല, വലിയ കോണ്ടാക്റ്റ് ഒന്നുമില്ല എന്നുള്ള രീതിയിലേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങനെയൊരു വിവാഹം നമ്മൾ നടത്തിവിടുമ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതത്ര ശരിയാകുന്ന കാര്യമല്ല. അപ്പോൾ നിങ്ങൾ ആരാണ് എന്നുള്ള ചോദ്യം വരും. ഇതിനിടയ്ക്ക് മനുവും ഒരിക്കൽ അലീനെ വന്ന് കണ്ടിട്ട് പോയായിരുന്നു. അതുകൊണ്ട് തന്നെ മനുവും ബാലേന്ദ്രനും ഒക്കെ വരുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് സ്റ്റാൻലി പറയുവാണ്. അന്നേരം ബാലേന്ദ്രൻ മുഖത്ത് നോക്കി തന്നെ ചോദിക്കും, ഞങ്ങൾ ആരും ഇങ്ങോട്ട് വരരുത് എന്നാണോ ഉദ്ദേശിച്ചതെന്ന് ചോദിക്കുമ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല. പിന്നെ ബാലേന്ദ്രന് കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ, അങ്ങനെ ഒരു വിവാഹം നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതുകൊണ്ട് അവൾക്ക് വലിയ പ്രയോജനമൊന്നുമില്ല. അവിടുന്ന് പല ബന്ധുക്കളും ഇവളെ വിളിക്കാറുണ്ട്, അവിടുത്തെ കുട്ടികളൊക്കെ വിളിക്കാറുണ്ട്, അതുകൊണ്ടും അലീനയ്ക്ക് വലിയ പ്രയോജനമൊന്നുമില്ല എന്ന് സ്റ്റാൻലി പറയുന്നുണ്ട്. അന്നേരം ബാലേന്ദ്രൻ ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങൾ കുറച്ച് മുമ്പ് പറഞ്ഞ ആ മനുശങ്കർ ഉണ്ടല്ലോ, ആ മനുശങ്കറും അലീനയും തമ്മിൽ ഇഷ്ടത്തിലാണ് എന്നുള്ള വിവരം നിങ്ങൾക്ക് അറിയാവോ? അവർ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിയാവോ എന്ന് ചോദിക്കുമ്പം സ്റ്റാൻലി പറയുവാണ്, സ്നേഹിക്കുന്ന എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്നില്ല, അതുപോലെ ഒരുമിച്ച് ജീവിക്കുന്ന എല്ലാവരും സ്നേഹിക്കുന്നുമില്ല, അതുകൊണ്ട് അതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കണ്ട എന്ന്. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കും, അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വരണ്ട, പാലയിൽ നിന്നുള്ള ആരും ഇങ്ങോട്ട് വരരുത് എന്നാണല്ലോ നിങ്ങൾ ഉദ്ദേശിച്ചത് എന്ന് പറയുമ്പം സ്റ്റാൻലി പറയുന്നുണ്ട്, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. പിന്നെ പാലയിലുള്ള കൊല്ലപ്പള്ളി കൈതിക്കൽ വീടുമായിട്ട് യാതൊരു ബന്ധവും ഇനി അങ്ങോട്ട് കാത്തുസൂക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഉറപ്പിച്ചങ്ങ് പറയുവാണ് സ്റ്റാൻലി. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാനാണ് അലീനെ ഇവിടെ കൊണ്ടെത്തിച്ചത് എന്നുള്ള കാര്യം മറന്നു പോകരുത് എന്ന്. അന്നേരം സ്റ്റാൻലിയും വിട്ടുകൊടുക്കുന്നില്ല. സ്റ്റാൻലി പറയുവാണ്, എൻ്റെ മകളെയാണ് നിങ്ങളിവിടെ കൊണ്ടെത്തിച്ചത് എന്നുള്ള കാര്യം നിങ്ങളും മറക്കരുത് എന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങളുടെ മാത്രം മകളല്ല, എൻ്റെ ഭാര്യയുടെ കൂടി മകളാണ് അലീന, അവൾ മരിച്ചു പോയിട്ടില്ല, അവളും ജീവിച്ചിരിപ്പുണ്ട് എന്നൊരു താക്കീത് സ്വരത്തിൽ ബാലേന്ദ്രൻ പറയുന്നു. അന്നേരം രണ്ടുപേരുടെയും സംസാരം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് മുഷിയുമാണ്. ഇത് കേട്ടോണ്ടാണ് അങ്ങോട്ടേക്ക് അലീന വരുന്നത്. അലീന നേരെ അകത്തോട്ട് കയറി വരും. എന്നിട്ട് എന്താ ഇവിടെ സംസാരം എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോഴും അവരൊന്നും പെട്ടെന്ന് മിണ്ടുന്നില്ല. രണ്ടുപേരുടെയും മുഖഭാവത്തിൽ നിന്ന് രണ്ടുപേരും നീരസത്തിൽ സംസാരിച്ചു എന്ന് അലീനയ്ക്ക് മനസ്സിലായി. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നിൻ്റെ പപ്പ നിനക്ക് വിവാഹം ആലോചിക്കുവാണ്. അന്നേരം ഞാൻ മനുവിൻ്റെ കാര്യം പറഞ്ഞു, നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്, നിങ്ങളുടെ വിവാഹമാണ് നടത്തേണ്ടത്, അതാണ് കുറച്ചുകൂടെ അഭികാമ്യം എന്ന് പറഞ്ഞപ്പോൾ നിൻ്റെ പപ്പയ്ക്ക് അതിനോട് താല്പര്യമില്ല, അങ്ങനെയൊരു വിവാഹം നടക്കില്ല എന്നാണ് നിൻ്റെ പപ്പ പറഞ്ഞത് എന്ന് പറയും. അന്നേരം സ്റ്റാൻലി പറയുന്നുണ്ട്, ഇതിൻ്റെ അത് തർക്കത്തിൻ്റെ കാര്യമൊന്നുമില്ല, ഞാനാണ് അവളെ സംരക്ഷിക്കുന്നത്, എൻ്റെ വീട്ടിലാണ് എൻ്റെ മകൾ നിൽക്കുന്നത്, അതുകൊണ്ട് തന്നെ അവളുടെ വിവാഹം നടത്താനുള്ള അവകാശം എനിക്കുണ്ട് എന്ന് പറയുവാണ്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, മോളെ നീ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയാണ്, നിനക്ക് തീരുമാനമെടുക്കാം, നീ ആരെ വിവാഹം കഴിക്കണം എന്നുള്ള തീരുമാനം നിൻ്റേതാണ്, അതിപ്പം ആർക്കും അടിച്ചേൽപ്പിക്കാൻ സാധിക്കില്ല എന്ന് പറയുവാണ്. എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നീ തന്നെ തീരുമാനമെടുത്തോ എന്ത് വേണമെന്ന്. പിന്നെ മനുവിനെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എങ്കിൽ നീ അത് ഇപ്പം തന്നെ തുറന്നു പറയണം. അവനെ വെറുതെ മോഹിപ്പിച്ചിട്ട് വെറുതെ സങ്കടപ്പെടുത്തരുത്. നീ വേണ്ട എന്ന് പറഞ്ഞാൽ അവൻ ആത്മഹത്യ ചെയ്യത്തൊന്നുമില്ല, പക്ഷേ ഇനിയും പ്രതീക്ഷ കൊടുക്കരുത് എന്ന് പറയുവാണേ. അത് കേൾക്കുമ്പം അലീനയ്ക്ക് ആകെ വിഷമാവുന്നുണ്ട്. ഇപ്പം ആരോട് എന്ത് മറുപടി പറയണം എന്ന് അലീന ചിന്തിക്കുന്നു. എന്നിട്ട് അലീന പറയുന്നുണ്ട്, എൻ്റെ വിവാഹക്കാരിയാണല്ലോ രണ്ടുപേരും തമ്മിൽ തെറ്റാനുള്ള പ്രശ്നം ഉണ്ടാകാനുള്ള ഒരു കാരണം, അതുകൊണ്ട് എന്ന് പറയുമ്പോഴേക്കും സ്റ്റാൻലി പറയും, ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന്. എന്നിട്ട് അലീന പറയുന്നുണ്ട്, ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്നെ വിവാഹം കഴിപ്പിക്കാനുള്ള താല്പര്യം ഉള്ളതുപോലെ തന്നെ വിവാഹം കഴിക്കാതിരിക്കാനുള്ള അവകാശവും എനിക്കുണ്ടല്ലോ, അതുകൊണ്ട് അങ്ങനെ ഞാനൊരു തീരുമാനം എടുത്തോളാം എന്ന് പറയും. അന്നേരം ബാലേന്ദ്രൻ പറയും, ആ തീരുമാനം അത്ര ശരിയല്ല എന്ന്. അന്നേരം വീണ്ടും അലീന പറയുന്നുണ്ട്, എങ്കിലൊരു കാര്യം ചെയ്യണം, നിങ്ങൾ രണ്ടുപേരൂടെ ചർച്ച ചെയ്ത് നിങ്ങൾ രണ്ടുപേരും ഏകസ്വരത്തിൽ ഒരു അഭിപ്രായം പറയുവാണെങ്കിൽ ഞാൻ അതനുസരിച്ചോളാം എന്ന്. അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല സ്റ്റാൻലിക്ക്. അതുകൊണ്ട് തന്നെ സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, നിൻ്റെ മനസ്സിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ സ്ഥാനമാണോ ഉള്ളത് എന്ന്. അന്നേരം അലീന പറയും, അല്ല, വ്യത്യസ്തമാണ് എന്ന് പറയും. എന്നിട്ട് പറയുവാണ്, ഈ നിൽക്കുന്ന ആ അച്ഛനെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അച്ഛ എന്ന് വിളിച്ചത്. ഒരച്ഛൻ്റെ സ്നേഹം എനിക്ക് ആദ്യമായി തന്നതും ഈ അച്ഛനാണ്. അതുപോലെ ഈ അച്ഛനാണ് എൻ്റെ പപ്പയെ തേടി പിടിച്ച് എനിക്ക് കാണിച്ചു തന്നത്. അത്രയും വിശാല മനസ്കതയൊന്നും ഈ ലോകത്ത് മറ്റൊരാൾക്കും കാണില്ല എന്ന് പറയുവാണേ. അന്നേരം സ്റ്റാൻലിക്ക് ആകെ വിഷമമായി. അലീനയുടെ മനസ്സിൽ ബാലേന്ദ്രന് താഴെയാണ് എൻ്റെ സ്ഥാനം എന്നൊക്കെ ഓർത്തിങ്ങനെ വിഷമിച്ച് നിൽക്കുവാണ് സ്റ്റാൻലി. അന്നേരം അലീന പറയുവാണ്, അതുപോലെ എൻ്റെ പപ്പയെ ഞാൻ കണ്ടുമുട്ടിയതിന് ശേഷം, ഞാനിവിടെ വന്നതിന് ശേഷം പപ്പ എത്രത്തോളം മാറി എന്ന് എനിക്കറിയാം. പപ്പ അങ്ങനെ മാറിയത് എൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി എന്നെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് പപ്പ അങ്ങനെ പല വിട്ടുവീഴ്ചകളും ചെയ്തത്.
അതുകൊണ്ട് പപ്പയുടെ സ്ഥാനം എൻ്റെ മനസ്സിൽ നിന്ന് കാർന്നെടുക്കാൻ ആർക്കും സാധിക്കില്ല. ആ സ്ഥാനം എന്നും അവിടെ ഉണ്ടാകും എന്ന് പറയുമ്പോൾ സ്റ്റാൻലിക്ക് ഒരു സമാധാനമായി കേട്ടോ. പപ്പയ്ക്കും അച്ഛനും തുല്യമായ പ്രാധാന്യം മനസ്സിലുണ്ടല്ലോ എന്ന് ഓർക്കുന്നു. എന്നിട്ട് അലീന പറയുന്നുണ്ട്, അച്ഛന് മനുവേട്ടനെ വിവാഹം കഴിക്കാൻ പറയാനുള്ള അവകാശം ഉള്ളതുപോലെ തന്നെ മനുവേട്ടനെ വിവാഹം കഴിക്കണ്ട എന്ന് പറയാനുള്ള അവകാശം പപ്പയ്ക്കുമുണ്ട്. അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുക്കുകയാണ്. ഞാൻ വിവാഹം കഴിക്കുന്നില്ല. നിങ്ങൾ ഒരു അഗതി മന്ദിരം കെട്ടാനുള്ള പൈസ എനിക്ക് തന്നാൽ മതി. ഞാൻ ബ്രിജിത്താമ്മയും പോലെ ഒരു അഗതി മന്ദിരമൊക്കെ കെട്ടി അവിടെ പ്രായമായ അപ്പൂപ്പന്മാരെയും അമ്മൂമ്മമാരെയും ഒക്കെ നോക്കി ഞാൻ അങ്ങ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കോളാം എന്ന് പറയുമ്പോഴേക്കും ആകെ വിഷമമാകും സ്റ്റാൻലിക്ക്. അന്നേരം അലീന വീണ്ടും പറയുന്നുണ്ട്, ഞാൻ ഈ ഒരു കാര്യത്തിൽ നിന്ന് പിന്മാറി. ഇനി നിങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പം സ്റ്റാൻലി പറയും, അല്ലെങ്കിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ വസ്തുതകളാണ് പറഞ്ഞത് എന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയും, പിന്നെ നിൻ്റെ പപ്പ ഒരു കാര്യവും കൂടി പറഞ്ഞു, പാലായിൽ നിന്നും ആരും ഇങ്ങോട്ട് വരരുത്, അത് സ്റ്റാൻലിക്ക് ഇഷ്ടമല്ല എന്ന് പറയാതെ പറഞ്ഞു എന്ന് പറയുമ്പം സ്റ്റാൻലി പറയുന്നുണ്ട്, ആ കാര്യത്തിൽ എനിക്ക് ഉറച്ചൊരു നിലപാടുണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട് ആരും വരുന്നത് എനിക്ക് വലിയ താല്പര്യമുള്ള കാര്യമല്ല എന്ന് തന്നെ സ്റ്റാൻലി പറയുന്നു. അന്നേരം അലീന പറയും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആരും ഇങ്ങോട്ട് വരണ്ട അച്ഛാ, അതാണ് പപ്പയ്ക്ക് ഇഷ്ടമെങ്കിൽ ആ കാര്യങ്ങളങ്ങ് നടക്കട്ടെ. പിന്നെ എന്നെ കാണണമെന്ന് എപ്പം ആഗ്രഹം തോന്നിയാലും ഒന്ന് പോകാൻ വിളിച്ചാൽ മതി, ഞാൻ അങ്ങോട്ട് വന്നോളാം, നിങ്ങളെല്ലാവരും കണ്ടോളാം, അതിനുള്ള അവകാശം അതിനുള്ള സ്വാതന്ത്ര്യം ഞാൻ എൻ്റെ പപ്പയോട് ചോദിച്ച് മേടിച്ചോളാം, അപ്പോൾ തീർന്നില്ലേ പ്രശ്നം എന്ന് ചോദിക്കുവാണ്. അന്നേരം പിന്നെ സ്റ്റാൻലിക്കൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ സ്റ്റാൻലി എത്രത്തോളം തടഞ്ഞാലും അലീന അവരെ കൈവിട്ട് കളയില്ല എന്ന് സ്റ്റാൻലിക്ക് മനസ്സിലായി. ഏതായാലും ബാലേന്ദ്രൻ പറയും, ആയിക്കോട്ടെ ഞാൻ ഇനി ഇറങ്ങുവാണ് എന്ന്. അന്നേരം അലീന പറയും, അങ്ങനെ പിണങ്ങി പോകാനൊന്നും ഞാൻ സമ്മതിക്കത്തില്ല, 4 മണിക്കുള്ള ചായയും ചെറിയ കടിയൊക്കെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, അതൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് ബാലേന്ദ്രനെ പിടിച്ചിരുത്തും. അതെല്ലാം കഴിച്ച് കഴിഞ്ഞാണ് ബാലേന്ദ്രൻ പോകാൻ ഇറങ്ങുന്നത്. അന്നേരം ചെറിയൊരു പരിഭവം ഉണ്ട് കേട്ടോ ബാലേന്ദ്രനെ, സ്റ്റാൻലി ആ രീതിയിൽ പെരുമാറിയതുകൊണ്ട്. അതുകൊണ്ട് തന്നെ വണ്ടിയിൽ കയറിയിരുന്നിട്ട് ഞാൻ പോവുക എന്ന് പറയുമ്പോൾ, ഇനി എന്നാ അച്ഛൻ വരുന്നത് എന്ന് ചോദിക്കും. അന്നേരം ഞാൻ ഇങ്ങോട്ട് വരുന്നത് സ്റ്റാൻലിക്ക് വലിയ താല്പര്യമില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി എന്തിനാ മോളെ ഞാൻ അങ്ങനെ വരുന്നത് എന്ന് ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട്, അച്ഛൻ ഇങ്ങോട്ട് വരുന്നത് സ്റ്റാൻലിയെ കാണാനല്ലോ എന്നെ കാണാനല്ലേ, അച്ഛൻ അതുകൊണ്ട് ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരാം, അച്ഛന് ഒരു അപമാനവും വരാതെ ഞാൻ നോക്കിക്കോളാം. അതുപോലെ എൻ്റെ മനസ്സിലാണ് അച്ഛന് വലിയൊരു സ്ഥാനമുള്ളത്, അത് മായ്ച്ചു കളയാൻ ആർക്കും സാധിക്കില്ല, അതുകൊണ്ട് അച്ഛൻ വരണം എന്ന് പറയുമ്പം ബാലേന്ദ്രന് ആകെ വിഷമാവുന്നു. അലീനയെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അച്ഛൻ വരും, വരാതിരിക്കില്ല എന്ന്. അങ്ങനെ ബാലേന്ദ്രൻ കാറെടുത്ത് പോകുന്നു. ഒരു ചെറുപുഞ്ചിരിയോടെ നോക്കി നിൽക്കുന്നു അലീന.